ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങാ ചമ്മന്തിയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തി തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. പിന്നെ അതുപോലെ തന്നെ പൊട്ടുക്കടലയുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടുക്കടലയാണ് കേട്ടോ. അതാണ് ഞാൻ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ പൊട്ടുക്കടല ഇൻക്ലൂഡ് ചെയ്ത് അരയ്ക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്കിവിടെ ആവശ്യമുള്ളത് കുഞ്ഞുള്ളി, പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങയും പൊട്ടുകടലയും ഇഞ്ചി, കുഞ്ഞുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടി നമ്മൾ ജാറിനകത്തിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാനാണെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കുന്ന സമയത്ത് പൊട്ടുകടലൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റ് തരും. നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇത് കണ്ടില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുള്ളൂ നന്നായിട്ട്. പിന്നെ എക്സ്ട്രാ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തതാണ് ഒരു ഇച്ചിരി കൂടി. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി വെള്ളം മാത്രം തൊട്ട് അരയ്ക്കുക, അതാണ് നല്ലത്. അപ്പോൾ നമുക്കിവിടെ കടുക് വറുത്തെടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. അപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചമ്മന്തി ശരിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് തരുന്നത്. നമുക്ക് വലിയ എന്താ പറയുക, നമുക്ക് ഒരുപാട് അത്രയൊക്കെ ടേസ്റ്റ് അല്ലെങ്കിലും നമുക്കൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഈ തേങ്ങ ചമ്മന്തി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കാണേലും ശരി, കുഞ്ഞു മക്കൾക്കാണേലും ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ് തേങ്ങ ചമ്മന്തി. കാരണം ഇതിൽ പൊട്ടുകടലൊക്കെ ഇടുന്നുണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് അവൻ കഴിക്കാറുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ളതേ ഉള്ളൂ. കാരണം ഇത് ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ കഴിക്കാം, അതും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കി വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നല്ല ഒത്തിരി വെള്ളം ഒഴിച്ച് ലൂസാക്കി കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കിട്ടാണ്ട് പോകും. സോ ഒരു ഇച്ചിരി ഒരു നോർമൽ വെള്ളം ഒഴിച്ച് നോർമൽ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവന്ന് അതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ഉഴുന്നുവടയുടെ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാം. നമ്മൾ ഇഡ്ഡലി ദോശയുടെ കൂടെ ഓഫ്കോഴ്സ് നമ്മളിത് കഴിക്കാറുള്ളതാണ്. ബട്ട് എന്നാലും ഉഴുന്നുവടയുടെ കൂടെ ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഉഴുന്നുവടയും ഈ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ആക്കി കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ മക്കൾക്കും കൂടി കൊടുക്കുക. മക്കൾക്കും നല്ലതാണ്. കാരണം പൊട്ടുകടലൊക്കെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ പൊട്ടുകടലയും കൂടി ഇട്ട് അരയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വ്യൂസ് എനിക്കൊന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എനിക്കൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സ്റ്റേ സേഫ്.